അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഓണ ബമ്പർ കഴിഞ്ഞു, മൺസൂൺ ബമ്പർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് പൂജ ബമ്പറാണ്. അപ്പൊ ഈ പൂജ ബമ്പർ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ഉണ്ട്. ഈ 5 പൂജാ ബമ്പറും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കല്ല കേട്ടാ. അതായത് ഇത് എനിക്ക് എടുത്തിട്ടുള്ള ടിക്കറ്റ് അല്ല. ഇത് എന്നെ അറിയുന്നവർക്ക് അറിയാം. അതായത് നമ്മുടെ MGT യൂട്യൂബ് ചാനലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബർമാർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അതിന് ശരി ഉത്തരം അയക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ടോക്കണൊക്കെ കൊടുക്കും. അപ്പൊ ആ ടോക്കണൊക്കെ കൊടുത്തിട്ട് അതിൽ നറുക്കിട്ടെടുക്കുന്ന ആൾക്ക് നമ്മൾ പോസ്റ്റ് വഴിക്ക് ഇതിങ്ങനെ അയച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ്, അതായത് നമ്മൾ അതിൽ വിജയിച്ച് ടോക്കണൊക്കെ എടുത്ത് നറുക്കെടുത്ത് വിജയിച്ച ആൾക്കാർക്ക് നമ്മൾ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്ക് നമ്മൾ 2 അയച്ചു കൊടുക്കും. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ ഇപ്പൊ ഞാൻ 5 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൈസ വീണ്ടും ശരിയാകുമ്പോൾ നമ്മൾ വീണ്ടും എനിക്ക് പറ്റാവുന്നത് പോലെ വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് സമയം 22-ാം തീയതി വരെ ഉണ്ട്, നവംബർ 22 വരെ ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കാതെ നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കും. ഓക്കെ. അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിന്റെ പകുതി നമ്മൾ 2 മാസത്തിലോ 3 മാസത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാസം നമുക്ക് $100 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. $100 വന്ന കാശ് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അത് മൈനസായി വെച്ചാൽ ബാങ്കിൽ മൊത്തം കാശ് പിടിച്ചു. എന്തിനാന്നുള്ളത് അറിയില്ല. എന്നെ അതോടെ പോയി ചെക്ക് ചെയ്യണം എന്തിനാണ് പിടിച്ചെന്നുള്ളത് അറിയില്ല. അപ്പൊ ഇനി ബാലൻസ് കാശ് അതിൽ ആകെ $476 മൈനസാണ്. ഞാൻ അങ്ങോട്ട് കൊടുക്കാനാണ്. അപ്പോ യൂട്യൂബിന് കിട്ടുന്ന കാശിന്റെ പകുതി പ്രാവശ്യം ഞാൻ തരുന്നില്ല, എന്റെ കയ്യിലില്ല. അപ്പൊ നമ്മൾ എന്തായാലും മറ്റുള്ള കാര്യം ചെയ്യണമല്ലോ. നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പോലെ ലോട്ടറി നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കപ്പം നമ്മൾ എന്താ പറയാ, അവരെ നിരാശപ്പെടുത്താതെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ടിക്കറ്റ് കഴിഞ്ഞ ഓണ ബമ്പറിൽ മൺസൂൺ ബമ്പറിലൊക്കെ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ കയ്യിൽ നിന്നും സൈക്കിളിൽ ഇങ്ങനെ ഉന്തി നടക്കുന്ന ആൾക്കാരെ കയ്യിലും അവിടെ പാവങ്ങളായിട്ടുള്ള ഇരിക്കുന്ന ആൾക്കാരെ എന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ ട്രിക്കും കാര്യങ്ങളൊന്നും നോക്കാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ അവരെ നിന്നും പാവം ട്രിക്ക് നോക്കി എടുക്കാറില്ല ടിക്കറ്റ്. ഇപ്രാവശ്യം നമ്മളൊരു 369 ഒരു 369 ഒരു ലോജിക്ക് നമ്പറാണ്. ഈ 369 നമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ലോജിക്ക് നമ്പറാണ്. നല്ല നിക്കോള ടെസ്ല പറഞ്ഞിട്ടുണ്ട് ഇത് 369 എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ താക്കോലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് കരുതിയിട്ട് കറക്റ്റ് 3, 6, 9 മാത്രം അടങ്ങിയിട്ടുള്ള ടിക്കറ്റ് എടുക്കലല്ല. അത് എങ്ങനെയാണ് എടുക്കേണ്ടത് ലോട്ടറിയിൽ നിന്ന് ഈ എടുത്തിട്ടുള്ള നമ്പറുകൾ വെച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. 5 ടിക്കറ്റും വ്യത്യസ്തമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെയുള്ള ഒരു നമ്പർ, അതായത് 3, 6, 9 ഉൾക്കൊണ്ടിട്ടുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഓണ ബമ്പറിൽ നമ്മളൊരു കടയിൽ ചെന്നിട്ട് എടുത്ത ഒരു നമ്പറാണ്. അന്ന് എനിക്ക് 5000 അടിച്ചു. 27, 62, 46 ഞാൻ എടുത്ത നമ്പർ. ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 27 കിട്ടുന്ന നമ്പർ അല്ലെ. അപ്പൊ ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 27 തന്നെയാണ് കിട്ടുന്നത്. എങ്കിലും ഇതിൽ 3, 6, 9 അടങ്ങിയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. അതെങ്ങനെയാ? ഇപ്പൊ 2 നമ്പർ കൂട്ടാം. 7, 9 ആണ്. ഇവിടെ ഈ ഒരു 3 നമ്പർ കൂട്ടുമ്പോൾ 6, 4, 10, 12 ആണ്. ലാസ്റ്റ് ഉള്ളത് 6 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കോ നിങ്ങൾ, 9 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 3 കണ്ട ഇവിടെ 6. അപ്പൊ 3, 6, 9 അടങ്ങിയിട്ടുള്ള ഒരു 6 നമ്പറുകൾ നമുക്ക് എടുത്താൽ അതിലടിക്കാൻ സാധ്യത മിക്കപ്പോഴും കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കി നോക്കുക. അത് എങ്ങനെയൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ 30, 44, 16 കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ലാസ്റ്റ് നമ്പർ 6 എടുക്കാൻ കാരണം ഓൾറെഡി ഈ അറ്റത്ത് 3 ഉണ്ട്. പിന്നെ ഞാൻ 3 നമ്പർ കൂട്ടിയപ്പോൾ 4, 4 ഇട്ടുന്ന 9 ഉണ്ട്. അപ്പൊ അതിൽ 3 ഉണ്ട്, 9 ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്പർ നമുക്ക് അപ്പൊ 6 എടുത്താൽ പോരെ. അപ്പൊ 3, 6, 9 ഒരു മെത്തേഡ് ഇതിൽ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത് നോക്കാം. ഈ ഒരു നമ്പർ നമ്മൾ എടുത്തത് ഈ ഒരു 3, 6, 9 മെത്തേഡിലല്ല. എന്താ കാരണം വെച്ചാൽ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കിയത് ഇതായിരുന്നു. അതായത് ഇത് മനസ്സിലൊന്നു 64, 46 ഈ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 64, 46, 64, 18. അപ്പൊ അങ്ങനത്തെ നമ്പർ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നിയപ്പോൾ ഞാൻ ആ ഒരു നമ്പർ അങ്ങനെയാണ് എടുത്തത്. ഓക്കെ. അതായത് നമ്മൾ എന്തൊക്കെ രീതിയിലൊക്കെ ഓരോരോ ഐഡിയകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ അതിലൊക്കെ കാണുന്ന മനസ്സിൽ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ പെട്ടെന്ന് ഒരു നമ്പർ കാണുമ്പോൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് അങ്ങനെ കണ്ടപ്പോൾ ഈ നമ്പർ അങ്ങനെ എടുത്തുള്ളത്. ഇതൊന്നും കൂട്ടാനും പിടിക്കാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ 64, 46 എടുക്കാൻ തോന്നി. കാരണം ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു നമ്പറാണ്. ഇനി ഈ നമ്പറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 64, 18 ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ 64, 08 വരണം. 64, 08 വന്നാൽ എന്തായാലും ഇപ്പൊ 44, 36 എന്നുള്ള നമ്മൾ പറഞ്ഞ നമ്പറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഇവിടെ 44, 06 വരുമ്പോഴാണ് അതാ ഇവിടെ 44, 06 വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതിന് ശേഷമേ 44, 36 അടിക്കുള്ളൂ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 64, 45 വരണമെന്നുണ്ടെങ്കിൽ 61, 05 അടിച്ചിട്ടുണ്ടോ നോക്കുക. അപ്പൊ എന്തായാലും ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. 61, 45 വരാൻ സമയമായി. അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഈ നമ്പർ നമ്മൾ ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതങ്ങനെ മാറ്റിച്ചു. അടുത്ത നമ്പർ നോക്കാം നമുക്ക്. ഈ നമ്പർ കൂട്ടുമ്പോൾ നമ്മളിപ്പോ 3, 6, 9 മെത്തേഡിൽ എങ്ങനെ വന്നിട്ടുള്ളത് നോക്കാം നമുക്ക്.
ഇതിലുള്ള നമ്പർ 33 54 75 എന്തുകൊണ്ടത് അങ്ങനെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒരു നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് കൂട്ടും രണ്ട് നമ്പർ കൂട്ടാൻ നോക്കും 33, അതായത് 3 3 6 ഇവിടെ ഓൾറെഡി ഉണ്ട്, 6 ഉണ്ട്. നെക്സ്റ്റ് നമ്പർ നോക്കുമ്പോൾ നമ്മൾ 5 4 9 ഉണ്ട്, കണ്ടില്ലേ, 9 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3ന്റെ നമ്പറാണ്. അപ്പൊ ലാസ്റ്റ് നമ്പർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, 7ന്റെ കൂടെ 3 ജോഡിയായിട്ട് വരുന്ന നമ്പർ നമുക്ക് ഇത് കൂട്ടിയാൽ 7ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 3 ആയിട്ട് കിട്ടുക, 7ന്റെ കൂടെ 5 കൂട്ടിയാൽ 12 കിട്ടുക, 12 കണ്ട. അപ്പൊ 2 1 3. അപ്പൊ ഇവിടെയും 6 9 3 എന്നുള്ള ഒരു മെത്തേഡ് ഈ ഒരു നമ്പറിൽ വന്നു. എന്താ കാരണം വെച്ചാൽ ചില നമ്പറുകളിൽ ഈ പറഞ്ഞാൽ 3 നമ്പറും കൂട്ടാൻ പറ്റില്ല, ഇങ്ങനെ നമുക്ക് എടുക്കാം. 3 6 9ന്റെ മെത്തേഡിൽ നമുക്കൊരു നമ്പർ ഇങ്ങനെ ലോജിക്ക് പരമായിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് അങ്ങനെ എടുത്തിട്ടുള്ള നമ്പറാണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 27 76 23. ഇതിൽ നോക്കിക്കോ നിങ്ങൾ, 2ഉം 7ഉം 9 ഇവിടെ ഇതിൽ നമുക്ക് നോക്കാം 9 ഉണ്ട്. പിന്നത്തെ നമ്പർ നമ്മൾ 3 കൂട്ടി, അതായത് 6ഉം 7ഉം 13ഉം 2ഉം 15. 15 എന്ന് പറയുമ്പോൾ അവിടെ 6 കണ്ടില്ലേ, 5 6ന്റെ നമ്പറാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്പർ ഇവിടെ 3 എടുത്താൽ മതി. അപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്പർ 3 എടുത്തു. അപ്പൊ ഇവിടെ 3 6 9ന്റെ ഒരു മെത്തേഡ് ഇതിലും ഉണ്ട്, കണ്ടില്ലേ, 3 6, അതായത് ഈ 15 എന്ന് പറയുന്ന ഒരു 6. അപ്പൊ 3 6 9 എന്നുള്ള ഒരു മെത്തേഡ് നമുക്ക് ഇതിലും കിട്ടി. അപ്പൊ ഈ ഒരു നമ്പർ ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് എടുത്തുള്ള നമ്പർ ഇതാണ്. ഈ ഒരു നമ്പർ നമ്മൾ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യമില്ല, ഈ നമ്പർ കൊണ്ട് ഒരു കാര്യമില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് എപ്പോ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ സുവർണ കേരളത്തില് നമ്മളൊരു LCM വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. LCM എങ്ങനെ നോക്കാം, മനസ്സിലായല്ലോ. LCMന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ABCയുടെ ആ ഒരു ഗസിംഗ് ഒക്കെ വെച്ചിട്ട് 3 നമ്പറിന്റെ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ഒരു നമ്പറാണ് 6082. 6082 എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടി. അതായത് 2 ടിക്കറ്റിലും കൂടി കിട്ടിയ നമ്പറാണിത്. ഈ 6082 4 നമ്പർ കിട്ടി കഴിഞ്ഞാൽ പിന്നീട് 5000 വന്ന് പോകാറുണ്ടായിരുന്നു. അപ്പൊ അന്ന് നോക്കി വെച്ചിട്ട് ഇന്നേ വരെ എന്താ പറയാ, ഫസ്റ്റ് പ്രൈസിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസിലേക്കോ അങ്ങനത്തെ ഒരു ഇതൊന്നും കണ്ടിരുന്നില്ല, കയറിയിട്ടില്ല. അതേസമയം 5000 ഈ നമ്പർ 8602 ഈ 0628 പല രീതിയിൽ ഈ നമ്പർ അടിച്ചു പോയി. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ എന്റെ മനസ്സിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി 6082 നമ്മൾ എഴുതി വെച്ചിട്ടില്ലല്ലോ എപ്പോഴും, അതായത് 2-3 മാസം മുന്നേ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പുസ്തകത്തില്, അതും സുവർണ കേരളത്തിൽ നിന്നിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ നമ്മൾ എന്ത് ചെയ്ത് 6082 ആയിട്ട് തന്നെ കിട്ടിയില്ലെങ്കിലും 0682 അല്ലെങ്കിൽ ഇങ്ങനെ നോക്കണമെങ്കിൽ 6082 ആ ഒരു ഇതില് നോക്കാം എന്ന് വിചാരിച്ച് ഇത് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മളെ കൺമുന്നിൽ കാണുന്ന ടിക്കറ്റുകൾ നമ്മുടേതായ ലോജിക്കില് അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. നമ്മൾ ഒരുപാട് ട്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാണുന്ന നമ്മുടെ ട്രിക്കൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുമല്ലോ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടിരിക്കുന്ന ട്രിക്കിൽ നമുക്ക് തോന്നും ഇന്ന നമ്പറുകൾ നല്ലതാണ്. അപ്പൊ നമുക്ക് തോന്നുന്ന നമ്പറുകൾ കണ്ടാൽ അങ്ങനെ എടുത്ത് നമുക്ക് വെക്കാം, ഭാഗ്യം പരീക്ഷിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ എടുത്തിട്ടുള്ള ഈ നമ്പറുകളൊക്കെ നിങ്ങൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാലും, അതായത് ഇതിൽ 3 6 9 എന്നുള്ള നമ്പറും ഇതിലുണ്ട്, ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് 27ന്റെ ആ ഒരു മെത്തേഡിലും കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ട്രിക്ക് ഇതിലുണ്ട്, നിങ്ങൾ നോക്കി നോക്ക്. എല്ലാ നമ്പറും അടിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇതൊക്കെ എടുക്കുന്നത് ഒരു അതായത് നമ്മുടെ യുക്തിക്ക് നമ്മൾ എടുക്കുന്നു, പിന്നെ അടിക്കുന്നത് ഭാഗ്യമാണ് ഒന്നാമത്. പിന്നെ ഭാഗ്യം മാത്രമല്ല, നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന കാശിൽ 500 രൂപ ഇപ്പൊ നമ്മൾ 300 കൊടുത്തു, തിരിച്ചൊരു 1000 കിട്ടണ്ടേ. നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും എടുക്കുന്നത് എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ടാവും, ഒരാൾക്കേ കിട്ടുള്ളൂ. അപ്പൊ അതേപോലെ ഇതിലിപ്പോ ഇത്രയും ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് എനിക്ക് കിട്ടണമെന്നില്ല, ഇതുപോലെ ഇങ്ങനെ എടുത്ത വേറെ ആൾക്ക് കിട്ടുന്നുണ്ടാവും. അവർ എനിക്ക് ഇങ്ങനെ 9ന്റെ മെസ്സേജ് 3 6 9ന്റെ മെത്തേഡിൽ എനിക്ക് കിട്ടി എന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇത് വീഡിയോ കണ്ട് വേറെ ആരെങ്കിലൊക്കെ ട്രൈ ചെയ്ത് ചിലപ്പോൾ അവർക്കാവും കിട്ടുക. അപ്പൊ എല്ലാതും കൂടി നേരം സമയവും അതിന്റെ തലവരയും ആ ഒരു ഭാഗ്യവും എല്ലാം കൂടി ഒത്തുചേർന്നും കൂടി വരണം. പിന്നെ മുട്ടുകയും തുറക്കപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ മുട്ടുന്നു, തുറക്കാതിരിക്കുന്നൊക്കെ അത് തുറക്കുന്നവരെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ടിക്കറ്റിൽ നമ്മളെ MGT എന്നുള്ള യൂട്യൂബ് ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ പൂജാ ബമ്പറൊക്കെ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബർമാർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ MGT എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് വരിക, അവിടെ വന്നാൽ നമുക്ക് ഇതിന്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതായത് മെത്തേഡ് ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെ കൊടുക്കുന്നു, ഓരോരുത്തർക്ക് നറുക്കെടുത്ത് കൊടുക്കുന്നു. എന്തായാലും ഞാനിത് ഫേസ്ബുക്കിലും ഈ വീഡിയോ ഇടും. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ, സീ യു. നമുക്ക് ഇനി അതിന്റെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അതായത് ഇത് കൊടുക്കുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളതിന്റെ ആ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ ഫേസ്ബുക്കിലിടാം, യൂട്യൂബിലിടും. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ, സീ യു. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് 3 6 9ന്റെ മെത്തേഡിലൊക്കെ എടുത്ത് നോക്കി നോക്ക്, ഭാഗ്യം തുണയ്ക്കട്ടെ. അപ്പൊ ഓക്കെ, ബൈ ബൈ.